നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രധാനത്തെ പറ്റിയൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിൽ നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ പ്രവാസികൾക്ക് നൽകി തന്ന നിരവധിയായിട്ടുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിലനിർത്തുന്നതിനും അത് തുടർന്ന് കൊണ്ടുപോകുന്നതിനും പാർലമെന്റിൽ നമ്മുടെ ആവശ്യങ്ങൾ നിരന്തരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയായ സഖാവ് എളമരം കരീമിനെ വിജയിപ്പിക്കണമെന്നുള്ള കാര്യമാണ് അവരോട് പറയാനുള്ളത്. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികളെ തുരങ്കം വെക്കുന്നതിന് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിരന്തരം സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിൻ്റെ നിഗൂഢ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ രാഷ്ട്രീയത്തിൻ്റെ വക്താവായ ശ്രീ രാഘവനെ പരാജയപ്പെടുത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മൾ നടത്തണം. നമ്മുടെ പാർലമെന്റിന്റെ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എളമരം കരീമിനെ വിജയിപ്പിക്കണം എന്ന് പറയുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നടക്കുന്ന ഈ വാഹന പ്രചരണ ജാഥ ഇവിടെ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് കോഴിക്കോട് നോർത്ത് ഏരിയയിലെ പുതിയങ്ങാടിയിലാണ് സമാപിക്കുക. വൈകുന്നേരം 7:30 മണിയോടുകൂടി അവിടെ പൊതുസമ്മേളനത്തോടുകൂടി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സഞ്ജീവ് കുമാർ അത് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ഈ പരിപാടി ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രവാസി സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ഇക്ബാലിനെ പ്രഥമമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ള പ്രവാസി സംഘത്തിന്റെ നേതാക്കൾ, പ്രവാസി സുഹൃത്തുക്കൾ, മറ്റ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് നമ്മുടെ ഈ മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ അബ്ദുൽ ഗഫൂറിനെ ക്ഷണിക്കുകയാണ്. പ്രവാസി സംഘത്തിൻ്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സഖാക്കളെ, നമ്മുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സാരഥി സഖാവ് എളമരം കരീമിനെ വിജയിപ്പിക്കുക എന്ന ആശയത്തോടുകൂടി പ്രവാസികൾ എന്തുകൊണ്ട് കരീം ക എന്ന ഒരു ക്യാപ്ഷനിൽ തുടങ്ങി വെച്ച ഈ ഒരു പരിപാടി ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടനത്തിന് നമ്മുടെ കോഴിക്കോടിൻ്റെ അമരക്കാരനായ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CV ഇക്ബാൽ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ സ്വാഗതപ്രസംഗം നടത്തിയ നജാഷ് അവർ സ്വാഗതം ചെയ്തതാണ്. ഞാനൊന്നുകൂടി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ പ്രവാസികൾ എന്തുകൊണ്ട് കരീം ക എന്ന ക്യാപ്ഷൻ കാരണം എന്താണെന്ന് നമുക്കൊന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് വ്യക്തമാക്കാം. കേരള സർക്കാർ, ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ പ്രവാസികളെ കൂട്ടി യോജിപ്പിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും അതുപോലെ ചികിത്സാ സഹായങ്ങളും മറ്റ് ഒട്ടനവധി പരിപാടികൾ കേരളത്തിലെ പ്രവാസികൾക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ അവലംബിച്ചു പോകുന്നതിൻ്റെ ആ ഒരു സംഗതി മാത്രം നമുക്കിന്ന് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൻ്റെ ഈ 20 മണ്ഡലങ്ങളിലും പ്രവാസികൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിൻ്റെ ആവശ്യമായി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും ഇതുപോലെ വാഹന പ്രചരണയാത്രയും മറ്റ് പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ പ്രവാസി സംഘം, കോഴിക്കോട് ജില്ലാ പ്രവാസി സംഘം ഈ പരിപാടിയിൽ സംഘടിപ്പിച്ചത്. അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ ഇക്ബാൽ അവർകളെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, പ്രവാസി സംഘത്തിൻ്റെ കൂടെ കൂടുന്ന പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മുഹമ്മദ് ഉദ്ധവ് വേദിയിലോ ഇവിടെ പ്രിയമറിഞ്ഞ പ്രവാസി സുഹൃത്തുക്കൾ, കേരള പ്രവാസി സംഘവും കേരളത്തിലെ നിരവധി പ്രവാസി സംഘടനകളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 20 നിയോജക മണ്ഡലങ്ങളിലും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രചരണ ജാഥകളും കലാജാഥകളും നാടകങ്ങളും ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നല്ല നിലയിൽ ഇടപെടുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രമുഖ പൊതുരംഗത്ത് നിറഞ്ഞ് നിന്ന 19 വരുന്ന ഇടതുപക്ഷ എംപിമാരെ പൂർണ്ണമായും പാർലമെന്റിനകത്തേക്ക് കടക്കാത്ത രീതിയിൽ മതസംഘടനകൾ ഉൾപ്പെടെയുള്ള ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അന്ന് പരാജയപ്പെടുകയുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഈ 26-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നമുക്ക് കഴിയണം. ഈ 5 വർഷക്കാലം നമ്മുടെ പാർലമെന്റിനകത്ത് നമ്മുടെ MP, അതേപോലെ കേരളത്തിൽ പോയിട്ടുള്ള എംപിമാര് ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് വിശദമായി പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഇന്റർനെറ്റും അതേപോലെ തന്നെ ഫേസ്ബുക്കും മറ്റ് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നെ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ പാർലമെന്റിനകത്ത് നിന്ന് ഈ കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് പോയ MP ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു പരിശോധന നടത്താൻ നമുക്ക് കഴിയണം. പാർലമെന്റിനകത്ത് നിരവധി വിഷയങ്ങൾ, ഈ നാടിനെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ ന്യൂനപക്ഷങ്ങളെ ആകെ ആട്ടിയോടിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ഭരണകൂടം നിയമം പാസാക്കിയപ്പോൾ നിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പാർലമെന്റിനകത്തും രാജ്യസഭക്കകത്തും ഒരക്ഷരം പോലും മിണ്ടാതെ RSSന്റെ അതേ നയങ്ങളെ തുടർന്ന് കോൺഗ്രസിന് മറുപടി കൊടുക്കാനുള്ള ഒരു അവസരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കോഴിക്കോട്ടെ വോട്ടർമാര് വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കപ്പെടണം. പ്രവാസികൾ, നമുക്കറിയാം, പ്രവാസികള് 1996 പ്രവാസികൾക്കൊരു വകുപ്പ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. 2001 പ്രവാസികൾക്ക് ഒരു വകുപ്പ് മന്ത്രി തന്നെ ഉണ്ടായി. പക്ഷേ പ്രവാസികളുടെ ക്ഷേമത്തിനോ പ്രവർത്തനങ്ങൾക്കോ ആ 2001 ഗവൺമെന്റ് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാത്ത രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് പോയി. നോർക്കയെ ആകെ പ്രൈവറ്റ് കമ്പനിയാക്കി അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. പ്രവാസികൾക്ക് കിട്ടേണ്ട നിരവധി ആനുകൂല്യങ്ങൾ നിർത്തിവെച്ചു. പിന്നീട് വന്ന 2006 ഗവൺമെന്റ് ആണ് പ്രവാസികൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത്. 2006 പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടു. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 2006 ഗവൺമെന്റ് ചർച്ച ചെയ്യപ്പെട്ടു. ക്ഷേമനിധിയും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങള് കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടി 2006 നടപ്പിലാക്കി. 2011-16 കാലഘട്ടത്തില് പ്രവാസികൾക്ക് ക്ഷേമനിധി നടപ്പിലാക്കുകയും പ്രവാസികൾക്ക് 3000-3500 രൂപ ക്ഷേമനിധി കൊടുക്കാൻ വേണ്ടി തയ്യാറായി. മരണാന്തര സഹായം പ്രഖ്യാപിച്ചു. നാട്ടിലേക്ക് പോകുന്ന, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അവരുടെ ശമ്പളം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഇടപെട്ടു. അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും അവർക്ക് പരിഹാരം കാണുവാനുമുള്ള ഒരു ഇടപെടലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇടപെട്ടത്. ഇന്ന് ലോകത്തിന് മാതൃകയായി കൊണ്ട് 3000-3500 രൂപ പെൻഷൻ കിട്ടുന്ന സംസ്ഥാനമായി ഇന്ന് കേരളം മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചാൽ പോലും രക്ഷയില്ലാത്തൊരു വിഭാഗമായിരുന്നു പ്രവാസികള്. 6 മാസവും 1 വർഷവും ഒക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ മോർച്ചറിയിൽ മരിപ്പിച്ച് നിന്നിരുന്ന മയ്യത്ത്, ആ മയ്യത്തിൽ നിന്ന് ലോകത്തുനിന്ന് ഏത് പ്രവാസി മരിച്ചാലും ആ പ്രവാസിയുടെ മോടി നാട്ടിൽ സൗജന്യമായി എത്തുന്ന സംസ്ഥാനമായി കേരളം മാറി. അങ്ങനെ ഒട്ടനവധി പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം
പ്രവാസികൾക്ക് മാത്രമല്ല ഈ നാട്ടിന്റെ വികസനത്തിന് പങ്കുവഹിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കുമുണ്ട് എന്ന് ഞങ്ങൾ ഈ ജാഥ മുഖേന ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇനി നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുമെന്ന് പറയാനും നമുക്ക് കഴിയില്ല. കോൺഗ്രസുകാരെല്ലാം BJP ആവുന്ന ഒരു പുതിയൊരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ MP ഇവിടുന്ന് പോകുമ്പോൾ പ്രവാസികളുടെ നിരവധി വിഷയങ്ങൾ രാജ്യസഭക്കകത്ത് വന്നപ്പോൾ പ്രവാസികളുടെ ടിക്കറ്റ് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച എളമരം കരീമിന് അരിവാൾ ചുറ്റിയ നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ നമുക്ക് കഴിയണം. പ്രവാസി കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് വിൽപ്പന നടത്താൻ നിന്നപ്പോൾ ഇത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് രാജ്യസഭയിൽ പ്രഖ്യാപിച്ച പ്രിയപ്പെട്ട തൊഴിലാളിയുടെ പ്രിയപ്പെട്ട നേതാവ് എളമരം കരീമിന് വോട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. അതിന് ഇടതുപക്ഷത്തിനെ ശക്തിയാർജിക്കുന്ന പുതിയൊരു കാലഘട്ടത്തിൽ കടമ നിറവേറ്റാൻ ഈ നാട്ടിലെ മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളും നാട്ടുകാരും തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി കോഴിക്കോട് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും ഏരിയ സെക്രട്ടറിയുമായ റജബിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഖാക്കളെ, ഒട്ടേറെ തിരക്കുകൾക്കിടയിലും ഈ പരിപാടിയിൽ ഇവിടെ വരാനും നമ്മളോട് സംവദിക്കാനും തയ്യാറായ കേരള പ്രവാസി സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സമരാധ്യനായ CV ഇക്ബാൽ സഖാവിനെ ആദ്യമായി കോഴിക്കോട് നോർത്ത് നിയോജകമണ്ഡലം പ്രവാസി കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത കോഴിക്കോട് നോർത്ത് നിയോജകമണ്ഡലത്തിലെ പ്രവാസിയുടെ സഖാക്കളെ, നാട്ടുകാരെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.